ഈ ബിഗോണിയുടെ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ, അരിപ്പ പോലെ കണ്ടോ, ഇത് മുഴുവൻ ഒച്ച തിന്നതാണ്. പക്ഷെ ഞാൻ ഇത് മുളയ്ക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഇത് 1 മാസം മുമ്പ് വെച്ചതാണ്, എല്ലാം മുളച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ലീഫോട് കൂടിയൊരു ചെടിയാണല്ലോ ബിഗോണിയ. ലീഫി പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളർത്തുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പക്ഷെ വളരെ കുറച്ച് ശ്രദ്ധ നമുക്കിതിന് ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൺലൈറ്റ് വേണം. തീരെ സൺലൈറ്റ് ഇല്ലെങ്കിൽ ഈ പ്ലാന്റിന് ശരിയായ കളറോ അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാകൽ കുറവായിരിക്കും. പിന്നെ വാട്ടറിങ് ഇതിന് നനവ് നിലനിൽക്കണം. അതായത് അല്പം ഈർപ്പമുള്ള മണ്ണാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. പിന്നെ നല്ല എയർ സർക്കുലേഷൻ വേണം. അതായത് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല എയർ സർക്കുലേഷൻ ഉള്ളിടത്ത് വേണം ഇത് വെക്കാനായിട്ട്. പിന്നെ ടെമ്പറേച്ചർ എപ്പോഴും 20-നും 30-നും ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചറാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഹ്യൂമിഡിറ്റി നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അതേപോലെ മണ്ണ് പറഞ്ഞാൽ നല്ല നീർവാർച്ച വേണം, പക്ഷെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പം മണലും ഒക്കെ കൂടുതൽ ചേർന്ന് ഉപയോഗിക്കുന്നത്. വളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വളം ഇതിനധികം വേണ്ട. അതായത് എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഓർഗാനിക് വളങ്ങൾ കൊടുത്താൽ മതി. പിന്നെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന വളരെ നേരിയ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. യൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗോണിയയുടെ ഈ ലീഫ് വെച്ചുള്ള പ്രൊപ്പഗേഷനാണ്. അത് റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. 1 മാസം എടുത്തു ഇതിന് തൈകൾ വരാനായിട്ട്. തൈകൾ 3-4 വെച്ച് വന്നിട്ടുണ്ടോ? അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഈ ബിഗോണിയ റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആഴം കുറഞ്ഞ പോട്ട് എടുക്കുക, കുറച്ച് വട്ടമുള്ള പോട്ട് എടുക്കുക. അപ്പോഴാണ് നമ്മൾ ആ പ്ലാന്റ് നന്നായിട്ട് തിങ്ങി വളരുന്നത്. അപ്പം ഞാനിവിടെ ടയറിന് ഉണ്ടാക്കിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പാണ്. വേണമെങ്കിൽ നമുക്കത് ടൈ ചെയ്ത് വെക്കാം. ഞാൻ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇത് വെറുതെ വെച്ചാലും മതി, അത് മാറിപ്പോകുന്നില്ല. അപ്പോൾ ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടിമിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മണൽ കൂടുതലുണ്ട്, കുറച്ച് മണ്ണും പിന്നെ കുറച്ച് കൊക്കോപ്പിറ്റ്, ഒരു അല്പം ചാണകപ്പൊടിയും. അധികം വളങ്ങളുടെ ആവശ്യമില്ല. ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് കീടങ്ങളുടെ ആക്രമണം തടയാൻ വേണ്ടി. വേണമെങ്കിൽ അല്പം എല്ലുപൊടിയും ചേർക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിനെ പോട്ടിമിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെടി വെച്ച് കൊടുക്കണം. ചെടി വെച്ച് കൊടുക്കാനായിട്ട് അവിടെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് പിന്നീട് വെച്ച് കൊടുക്കേണ്ട. ഒട്ടും വെയിറ്റ് ഇല്ല ഇതിന്. ഈ ടയർ കൊണ്ടുള്ള ചട്ടി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, വേണ്ടവരെ ഇത് കാണണേ. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ബിഗോണിയ 1 മാസമായി ഇപ്പോൾ ഇത് മുളയ്ക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക, ഒച്ചക്കത്തുനിന്ന് ചീത്തയായിപ്പോൾ എന്ന് വിചാരിച്ചു. പക്ഷേ അത് മുളച്ചു. എല്ലാത്തിലും 3-4 തൈകൾ വന്നിട്ടുണ്ട്. വെറും മണൽ മാത്രം ആണ് അവിടെ ഞാൻ വെച്ചിരുന്നത്. കാരണം മുളയ്ക്കാൻ എളുപ്പം എപ്പോഴും മണൽ മാത്രം വെക്കുന്നതാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം തളിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാതെ കൂടുതൽ വെള്ളം ഒഴിച്ചു എടുത്താലും ശരിയാവില്ല. അപ്പോൾ ഈ 3 പ്ലാന്റ് ഞാൻ ഒരു ചട്ടിക്കകത്ത് തന്നെ നടാൻ പോകുന്നത്. ഇത് പറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വേരുകൾ തീരെ ലോലമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച്, അതുപോലെ നനയ്ക്കുമ്പോഴും വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടംപോലെ വേരുകളുണ്ട് കേട്ടോ. വളമില്ല. ഇനി നമുക്ക് വളം വേറെ പാത്രത്തിലേക്ക് വെച്ചാലേ ഉള്ളൂ നല്ലതുപോലെ വളരുള്ളൂ. അപ്പോൾ 3-4 തൈകൾ വെച്ചുകൊണ്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഇത് എനിക്കും ഒരു എന്താ പറയുക, വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു, മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാകുന്നു. അപ്പോഴാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തൈകളെല്ലാം നമുക്ക് ഇപ്പം നമ്മൾ ആ മദർ ലീഫ് എടുത്തൊരു മാറ്റണ്ട കേട്ടോ, അത് ഇരുന്നോട്ടെ. അത് കുറച്ച് ഇവിടെ തൈ വളർന്നു കഴിയുമ്പോൾ ആ ലീഫ് അങ്ങോട്ട് പൊയ്ക്കോളും. ഇത് നമുക്കറിയാമല്ലോ ലീഫ് വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒത്തിരി താഴ്ത്തി വെക്കരുത്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു അല്പം മണൽ ഇട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് വെള്ളം ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3-4 ദിവസം കൂടുമ്പോഴൊക്കെ അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി, ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി പോട്ടി മിക്സും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇത് ലീഫ് പ്രൊപ്പഗേഷൻ, അല്ലാതെ തൈ പറിച്ച് നട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ തൈ പറിച്ച് നട്ടതിൻ്റെ അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് തണലത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പതുക്കെ കുറച്ച് വെയിലുള്ളിടത്തേക്ക് മാറ്റിയാൽ മതി. ഒത്തിരി വെയിൽ കൊണ്ടാൽ ചെടി ചീത്തയായി പോവും. അതുകൊണ്ട് പക്ഷേ അത്യാവശ്യം വെയിൽ വേണം, എന്നാൽ നല്ല കളറൊക്കെ. ഇതിപ്പോൾ തണലത്ത് തന്നെ ഇരുന്നുകൊണ്ടാണ് ഒട്ടും കളറില്ലാത്തത്. ഇനി നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത്, നമുക്ക് നല്ല റെഡ് കളറൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഒരല്പം ഫംഗിസൈഡ് ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ, എനിക്ക് വിട്ടുപോയതാണ്. സാഫോ സൂഡോമോണസ് എന്തെങ്കിലും മതി. അപ്പോൾ ഞാനിത്തിരി കലക്കി ലാസ്റ്റ് ഇതിനകത്ത് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം. ആദ്യം നനയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നനയ്ക്കണം, അടിയിൽ കൂടെ വെള്ളം വരുന്ന അത്രയും നനച്ച് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാഫും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.